കർണാടകയിൽ അവിടെ ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ, നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ, ആൾ പറയുന്നു RSS എൻ്റെ ഓഫീസിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് എൻ്റെ ഓഫീസിൽ വരണം എന്നൊക്കെയുള്ള രീതിയിലും ഒക്കെ പറഞ്ഞു. പിന്നെ മോഹൻജി ഭാഗവത്തിന് കത്തയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ട്. അതായത് ധൈര്യമുള്ള പ്രിയങ്ക് ഖാർഗെ ഇങ്ങനെ RSSനെ വിടവേടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രിയങ്ക് ഖാർഗെ കുറേ കാലത്തേക്ക് ഇപ്പോൾ ചെകുവരയായിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ ചെകുവര അങ്ങനെയുള്ള രീതിയിലായിരിക്കും. അല്ലാതെ ഈ പ്രിയങ്ക് ഖാർഗെയ്ക്ക് അതിനുള്ള അതോറിറ്റി ഇല്ല. പ്രിയങ്ക് ഖാർഗെയ്ക്ക് RSSൻ്റെ കണക്ക് കാണണമെങ്കിൽ വിരോധമില്ല, അത് ത്രൂ പ്രോപ്പർ ചാനൽ പോകണം. അങ്ങനെയാണെങ്കിൽ RSS കണക്ക് കാണിക്കും. RSS കണക്കില്ലാതെയോ അല്ലെങ്കിൽ അതോറിറ്റികളെ വെല്ലുവിളിക്കുന്ന സംഘടനയൊന്നുമല്ല. ബട്ട് ഒരു ആഭ്യന്തരമന്ത്രിക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ചോദിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ കർണാടകത്തിൽ മാത്രമായിട്ട് RSSനെ നിരോധിക്കാൻ കേട്ടോ, അതിനുള്ള അധികാരമുണ്ട്. പക്ഷെ കണക്ക് ചോദിക്കാനുള്ള അധികാരമില്ല. കണക്ക് ചോദിക്കാനുള്ള അധികാരം ഇൻകം ടാക്സിനാണ്. അപ്പോൾ ഇത് ലെറ്റ് ഹിം മേക്ക് എ റെപ്രസെൻറ്റേഷൻ ടു ഇൻകം ടാക്സ്. അവരോട് പറയുന്നത് നിങ്ങൾ അവരുടെ കണക്ക് പരിശോധിച്ച് എന്നോടും കൂടെ ഒന്ന് പറയണം. അവർ പറയില്ല. ഒരാളിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺസും, അത് കമ്പനി ആയിക്കോട്ടെ സംഘടന ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അത് ഹൈലി കോൺഫിഡൻഷ്യലാണ്. ഇൻകം ടാക്സ് ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇൻകം ടാക്സ്. ബട്ട് ഫൈനാൻസ് സെക്രട്ടറി ആരുടെയെങ്കിലും ഇൻകം ടാക്സ് ഡീറ്റെയിൽ ചോദിച്ചാൽ കിട്ടില്ല. അങ്ങർക്ക് നിർമ്മല സീതാരാമൻ പറയുകയാണ് എനിക്ക് TG മോഹൻദാസിൻ്റെ ഇൻകം റിട്ടേൺസ് കാണണം, കൊടുക്കില്ല. നിയമം അതാണ്, ഹൈലി കോൺഫിഡൻഷ്യലാണ്. കോടതി പറയുകയാണ് അത് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ കോടതിയിൽ സീൽഡ് കവറിൽ ഇവർ കൊടുക്കും. അപ്പോഴും സീൽഡ് കവറിലാണ്. കോടതിയും അത് പരസ്യപ്പെടുത്തുകയില്ല. ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. ഇപ്പോൾ പ്രിയങ്ക് ഖാർഗെയ്ക്ക് കണക്ക് കാണണമെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഇൻകം ടാക്സിൽ കൊടുക്കാം. അവർ തരില്ല, വേറൊരാളിനെ കണക്ക് കാണിക്കില്ല. അതേസമയം ഇദ്ദേഹത്തിന് ഈ അധികാരമുണ്ട്. ഈ സംഘടനയെ കർണാടകത്തിൽ നിരോധിക്കാനുള്ള അധികാരം പുള്ളിക്കുണ്ട്. അത് വേണമെങ്കിൽ പുള്ളി ഉപയോഗിച്ചോട്ടെ. പിന്നെ പലതും ഈ പറഞ്ഞ ഒന്നാമത് പ്രിയങ്ക് ഖാർഗെയോട് എന്താ പറയുക, പ്രിയങ്ക് ഖാർഗെ 7ാം ക്ലാസ് പാസ്സായെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. സത്യം ഞാൻ പറയാം, 7th ഓർ മേ ബി 10th ഇത്രേ ഉള്ളൂ പ്രിയങ്ക് ഖാർഗെ. വെറുതെ ഖാർഗെയുടെ മകൻ ഖാർഗെ അങ്ങനെയൊക്കെ അവരുടെ ആ പൊളിറ്റിക്കൽ ഈക്വേഷനിൽ ആഭ്യന്തരമന്ത്രി ആയ ആളാണ്. അപ്പോൾ സംഘത്തിന് ഭരണഘടനയുണ്ട്, ഭരണഘടനയൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇത് എൻ്റെ കയ്യിലുണ്ട് ഭരണഘടന, സംഘത്തിൻ്റെ ഭരണഘടന. ഞാനത് ഇപ്പോൾ ഈ വിവാദം വന്നു കഴിഞ്ഞപ്പോൾ അത് തപ്പി നോക്കി, അത് വെച്ചെടുത്ത് കാണുന്നില്ല, എവിടെയോ ഉണ്ട്. ഞാനത് വേണമെങ്കിൽ എടുത്ത് വായിച്ചതിനെ കാണിച്ച്, ഇത് വലിയ കാര്യമൊന്നുമല്ല, ചെറിയൊരു പുസ്തകമാണ്, ഞാനും അത് വായിച്ചിട്ടില്ല. അത് ഞാൻ നമ്മുടെ സ്വയം സേവകരായ കാഴ്ചക്കാരുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ പറ്റ്നയിലെ ഒരു ബൈഠക്കിൽ ഒരു സ്വയം സേവകൻ ദേവറസിയോട് ചോദിക്കുന്നു, നമുക്കൊരു ഭരണഘടനയുണ്ടോ, എനിക്കത് കാണാമോ? ദേവറസി തിരിഞ്ഞ്, അന്ന് അഖിലേന്ത്യാ അധികാരിയാണ് ഹരിയേട്ടനുണ്ട് ബൈഠക്കിൽ. ഹരിജി ഹൈക്ക അപ്ന സംവിധാൻ. അപ്പോൾ ഹരിയേട്ടൻ ശാന്തനായിട്ട് ഉണ്ട്, മഹൽ കാര്യാലയത്തിലുണ്ട്. അപ്പോൾ ദേവറസി പറഞ്ഞു, മഹൽ കാര്യാലയത്തിലുണ്ട്, നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, വേണമെങ്കിൽ കോപ്പി വാങ്ങാം. ശരിയെന്ന് പറയുമ്പോൾ ഇയാൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവർഷി പറഞ്ഞു, ഇരിക്കല്ലേ, വീട്ടിലാരൊക്കെയുണ്ട്? അപ്പോൾ 2 സഹോദരന്മാരുണ്ട്, എന്ത് ചെയ്യുന്നു? ഒരാൾ കൃഷി, മറ്റൊരാൾ കച്ചവടം. അച്ഛനും മൂത്ത ആളും കൂടെയാണ് കൃഷിയൊക്കെ നോക്കുന്നത്. എത്ര സ്ഥലമുണ്ട്? അതിപ്പോൾ ഇത്ര ഏക്കറുണ്ട്. അതൊക്കെ വീതിച്ചൊക്കെ വെച്ചിട്ടുണ്ടോ? അത് അച്ഛനെന്തോ വീതിച്ചൊക്കെ വെച്ചിട്ട് അത് കണ്ടോ, ആധാരം കണ്ടോ? ഞാൻ നോക്കിയില്ല, അതൊക്കെ അച്ഛൻ അതിൻ്റെ വകുപ്പനുസരിച്ച് ചെയ്യുമല്ലോ, അവിടെയും കണ്ടിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവർഷി പറഞ്ഞു, ഇതാണ് RSSൻ്റെ ഭരണഘടന, നിങ്ങൾ ഈ ആധാരം പോലെയാണ്. ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ എങ്ങാണ്ട് ഇരിപ്പുണ്ട്. ബട്ട് ഇതിൻ്റെ ആവശ്യം വരും എപ്പോൾ? അച്ഛൻ മരിച്ച് നിങ്ങൾ ചേട്ടാനിയന്മാർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ
അപ്പോഴാണ് ആധാരം എടുത്തിട്ട് കണ്ടില്ല, ഇതിനകത്ത് ഷെഡ്യൂൾ എ പ്രോപ്പർട്ടി എൻ്റെ ആണ്, ഇവിടെയാണ് കുറ്റി തറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു വഴക്ക്. ദൈവം സഹായിച്ച് സംഘത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വഴക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ ഭരണഘടന ആരും എടുത്തിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. ഇപ്പോൾ ഹരിജി ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് ഞാനത് വായിച്ചിട്ടില്ല. സർസംഘചാലക്കാണ്. അപ്പോൾ ഇതാണ് ഭരണഘടന അവസ്ഥ. അപ്പോൾ ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് അതിൻ്റെ ആവേശം കയറിയിട്ടാണ് ഞാൻ നാഗ്പൂർ ഒരിക്കൽ പോയപ്പോൾ മഹൽ കാര്യത്തിൽ നിന്നൊരു കോപ്പി ഞാൻ വാങ്ങിച്ചത്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആവേശം തീർന്നു. അത് വായിക്കാനുള്ള ക്ഷമ പോലും എനിക്കില്ല. എന്തെഴുതിയാലും എന്താ, നമുക്കറിയാം RSS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനും ഭരണഘടന നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സാധനമൊക്കെ ഉണ്ട്. ബട്ട് ഇതിപ്പോൾ പ്രിയങ്ക് ഖാർഗെ ഒരു രാഷ്ട്രീയമാണല്ല. ഞാനെപ്പോഴും വായിച്ചതിനോട് പറയാറില്ലേ, RSSനെ ഇവരൊക്കെ ആക്രമിക്കുന്നത് മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ അവസാനിച്ച് കഴിഞ്ഞാൽ ഇവർ RSSനെ പിന്നെ ആക്രമിക്കുകയില്ല. എൻ്റെ പഴയ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ. അയാൾ എപ്പോഴും എന്നോട് പറയും, BJP ഇല്ലായിരുന്നു എന്ന് വയ്ക്കുക മോഹൻദാസ്, RSSൻ്റെ കാര്യാലയത്തിൽ രാഷ്ട്രീയക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് യു ആർ റൈറ്റ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ള കൂട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, എന്തിനാടാ പിന്നെ നിങ്ങൾ BJP ഉണ്ടാക്കിയത്? ഇതില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ രാജ്യം ഭരിക്കാമായിരുന്നു. അധികാരം ഉണ്ടാവും, ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടിക്കാണ്, ബട്ട് അധികാരി നിങ്ങളാണ്. കേരളത്തിൽ പോലും നിങ്ങൾ നോക്ക്, 10-12% ഫിക്സഡ് വോട്ട് RSSകാർക്കുണ്ട് കേരളത്തിൽ. BJPയും കൂടെ ചേർന്ന് NDA ഒക്കെ ആയി കഴിയുമ്പോഴാണ് ഇത് 16-17 പോകുന്നത്. ശുദ്ധ RSSകാരുടെ വോട്ടെടുത്ത് കഴിഞ്ഞാൽ ആക്ഷേപമില്ലാതെ 10% ഉണ്ടാവും. ഈ 10% വോട്ട് കയ്യിലുള്ളൊരു സംഘടനയെ ആരെങ്കിലും വെറുപ്പിക്കുമോ? 10% വോട്ട് അതും ഡിസ്ട്രിബ്യൂട്ടഡായിട്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുകയാണ്, എല്ലാവരും തൊഴും. പക്ഷേ ഇപ്പോൾ എനിവേ സിറ്റുവേഷൻ അങ്ങനെയല്ല. BJP ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്, നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ RSSൻ്റെ വോട്ട് ആർക്ക് കിട്ടും? BJPക്ക്. CPMനോ കോൺഗ്രസ്സിനോ കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ പിന്നെ RSSനെ ആക്രമിച്ചാൽ സേഫ് അല്ലേ? ആണ്. അതേസമയം മുസ്ലിങ്ങൾ സന്തുഷ്ടരാകും എന്ന് അവർ ധരിക്കുന്നു. ബട്ട് ഈ ധാരണ കുറഞ്ഞു വരികയാണ് കേട്ടോ. 40% മുസ്ലിങ്ങളാണ് ആസാമിൽ. ഭരിക്കുന്നതാരാ? BJP ആണ്. 30% മുസ്ലിങ്ങളാണ് ബംഗാളിൽ. ഭരിക്കുന്നത് BJP ആണ്. അത്രയും മുസ്ലിങ്ങൾ കേരളത്തിലില്ല, അറിയാമോ? ഒരുപക്ഷെ ഇപ്പോൾ വന്ന് 2011 സെൻസസിൽ 27.6 ആയിരുന്നു. ഇപ്പോൾ അവർ 30 ക്രോസ് ചെയ്ത് കാണും. 35 എന്ന് വെച്ചോ. എൻ്റെ ഒരു തമ്പ് റൂൾ അനുസരിച്ച് 35% ഉണ്ട്. 40% ഉള്ള ആസാം BJPക്ക് ഭരിക്കാമെങ്കിൽ 35% മുസ്ലിംസുള്ള കേരളം എന്തുകൊണ്ട് ഭരിച്ചുകൂടാ? അതിനകത്താണ് ക്രിസ്ത്യൻ ഫാക്ടർ വരുന്നത്. ക്രിസ്ത്യൻ ഫാക്ടറും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇത് വർദ്ധിക്കുന്നു. ഇവരുടെ അനിമോസിറ്റി, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും RSSനോടുള്ള ദേഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കളി ആരും കളിക്കാതെയാകും. കാരണം ഇതിന് റിട്ടേൺസ് ഇല്ല. നമ്മൾ കാരംസിലൊരു കോയിൻ അങ്ങോട്ട് അടിക്കില്ലേ, എതിർവശം, അത് അടിക്കുന്നത് അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടില്ല, അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കോയിൻ കുഴിയിൽ വീഴാനാണ്. അപ്പോൾ RSSനെ ആക്രമിക്കുക, മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് കുഴിയിൽ വീഴും. കുറച്ച് കഴിയുമ്പോൾ ഇത് വീഴുന്നില്ല എന്ന് വെച്ചു, ഈ സ്ട്രൈക്കർ അവിടെ അടിച്ചിട്ട് അത് പകുതി വഴിക്ക് വന്ന് നിൽക്കുന്നു. അതല്ല, സ്ട്രൈക്കർ ഇങ്ങേറ്റം വരെ വന്നു, പക്ഷേ ഇത് കുഴിയിൽ വീഴുന്നില്ല, അവനങ്ങ് ഉറച്ച് നിൽക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ അങ്ങോട്ടുള്ള അടി നിൽക്കും. ശുദ്ധ രാഷ്ട്രീയ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇറക്കുന്ന സ്റ്റണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത്. രജിസ്റ്റർ ചെയ്തില്ല, വലിയ കാര്യം. രജിസ്റ്റർ ചെയ്തില്ല, എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു കുടുംബമായിട്ട് താമസിക്കുന്നു, രജിസ്ട്രേഷനുണ്ടോ? ഇല്ല. ഭരണഘടനയുണ്ടോ? ഇല്ല. വായുജിത്തിൻ്റെ വീട്ടിൽ വായുജിത്ത് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കേൾക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല, ഇല്ലേ? ബട്ട് ആ കുടുംബം തകരുന്നൊന്നുമില്ല. ഇത് എഴുതി വയ്ക്കാത്തതുകൊണ്ട്, ഭരണഘടന ഇല്ലാത്തതുകൊണ്ട്, രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട്, ഇതൊന്നുമില്ലാത്ത കുടുംബങ്ങളാണ് ഏറ്റവും സ്ട്രോങ് ബോണ്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത്.
ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു കുടുംബമാണ്, അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഭരണഘടനയും വേണ്ട. ഭരണഘടന ഉണ്ടായത് തന്നെ നെഹ്റു വന്ന് കത്തിടപാടൊക്കെ നടത്തി പുള്ളി നിരോധിച്ച് അത് നിരോധനം പിൻവലിക്കുന്ന എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അപ്പോൾ ഭരണഘടന. അപ്പോൾ ഗുരുജിയോട് ബാക്കിയുള്ളവർ പറഞ്ഞു, ഗുരുജി ഒരു ഭരണഘടന ഉണ്ടാക്കി കൊടുക്കാം. ഗുരുജിയാണെങ്കിൽ ജയിലിലാണ്. അപ്പോൾ ഗുരുജി പറഞ്ഞു, ആ ശരി, നിങ്ങളൊരെണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി അത് കൊടുത്തു, കേന്ദ്ര സർക്കാരിന് കൊടുത്തു, അങ്ങർക്ക് തൃപ്തിയായി. ഇതാണ് ഭരണഘടനയുടെ ചരിത്രം. പക്ഷേ ഈ ഭരണഘടന ഇല്ലാത്ത സെറ്റപ്പുകളാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും പ്രിയങ്ക ഖാർഗെയ്ക്ക് അറിഞ്ഞുകൂടാ. ഞാനതുകൊണ്ടാണ് അങ്ങേരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൽ സംശയം പറയാൻ കാര്യം. എന്നോട് കർണാടകയിലെ ഒരു ഫ്രണ്ട് പറഞ്ഞത് 7ാം ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം 10ാം ക്ലാസ് അത്രയേ ഉള്ളൂ പ്രിയങ്ക ഖാർഗെ. ഡോണ്ട് ടേക്ക് ദാറ്റ് മാൻ വെരി സീരിയസ്ലി. അയാളിങ്ങനെ പ്രസംഗിച്ചൊക്കെ നടന്ന് കൈയടി കിട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതിൽ അട്രാക്റ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ് RSSനെ ആക്രമിക്കുക എന്നുള്ളത്. അത് കർണാടകത്തിൽ കൗണ്ടർ പ്രൊഡക്റ്റീവായെന്നും വരും. DK ശിവകുമാർ ചെറുപ്പത്തിൽ RSSകാരനായിരുന്നു, അറിയാലോ. നമസ്തേ സദാവത്സലെ അറിയാലോ. അതെ, അസംബ്ലിയിൽ അത് ചൊല്ലിയ ആളാണ്. അപ്പോൾ DK ശിവകുമാർ തന്നെ പറയും, മോനെ അങ്ങോട്ടൊന്നും കയറി കളിക്കാതെ, അതൊക്കെ വെറുതെ ഡേഞ്ചറസ് കളികളാണ്, തിരിഞ്ഞു കടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നതേ ഉള്ളൂ ഈ പ്രിയങ്ക ഖാർഗെയുടെ ഏർപ്പാട്. ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആ ഒരു സംവിധാനം, അത് അങ്ങനെ ഒരു ഇതെങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടൊരു അനുവാദം ഉണ്ടല്ലോ അങ്ങനെ പ്രവർത്തിക്കാനുള്ള? അതിന് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയും. ഇതിപ്പോഴൊന്നും എത്ര കാലമായിട്ട് തുടങ്ങിയ BOI എന്നാണ്, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം വേണം, ദേ വിൽ ആസ്ക് യു ആർ യു രജിസ്റ്റേർഡ് ചോദിക്കും. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യം വേണ്ടെങ്കിലോ ഇന്ന് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫീഡർ ഓർഗനൈസേഷൻസ് ഇതെല്ലാം രജിസ്റ്റേർഡാണ്. BMS രജിസ്റ്റേർഡാണ്, ABVP രജിസ്റ്റേർഡാണ്, BJP രജിസ്റ്റേർഡാണ്, സേവാഭാരതി രജിസ്റ്റേർഡാണ്, ഭാരതീയ വിചാര കേന്ദ്രം രജിസ്റ്റേർഡാണ്, തപസ്യ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ രജിസ്റ്റേർഡ്. ഐ എം നോട്ട് ഷുവർ കേട്ടോ, കാരണം തപസ്യ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് വാങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ സർക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നവർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടോ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടോ പല രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓൾ ദീസ് ഓർഗനൈസേഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇതിൻ്റെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. അതിൽ നിന്ന് എല്ലാവരും എനർജി ഡ്രോ ചെയ്യുന്നു, ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ അതിന് സർക്കാരിൽ നിന്ന് 5 പൈസ വേണ്ട. അപ്പോൾ അതിൻ്റെ ചിലവിന് അതെന്താ ചെയ്യുന്നത്? അതാണ് ഗുരുദക്ഷിണ. ഗുരുദക്ഷിണ ആദ്യം ടാക്സബിൾ ആയിരുന്നു, പിന്നീട് ടാക്സബിൾ ആണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത് കേട്ടോ. ഇത്തവണ ഈ ഡിബേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ മഹേഷ് ജേത്മലാനി എക്സിൽ പോസ്റ്റ് ചെയ്തു, പറ്റ്ന ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻ്റ് അനുസരിച്ച് ഗുരുദക്ഷിണ ഇത് ടാക്സ് എക്സെംപ്റ്റ് ചെയ്തു. അതിൽ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ സക്കാത്ത് പോലെയൊക്കെ ആ കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഗുരുദക്ഷിണ. അതിന് ടാക്സ് ഇല്ല. അങ്ങനെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവായി എന്ന് മഹേഷ് ജേത്മലാനി, അങ്ങേര് ഒറിജിനലി RSS ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒറിജിനലി RSS ആണ് ഞാൻ, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഡീറ്റെയിൽസ് ഒരു വക്കീലെന്നുള്ള നിലയ്ക്ക് അങ്ങേർക്കറിയാം. നമ്മളിത് ഡെയിലി ഓരോന്നും നോക്കുന്നൊന്നുമില്ലല്ലോ, എവിടെയൊക്കെ എന്തൊക്കെ കേസ് നടക്കുന്നത്. എനിവേ ദാറ്റ് ഈസ് ദ ഫാക്റ്റ്. ഗുരുദക്ഷിണ ടാക്സബിൾ അല്ല. ടാക്സബിൾ അല്ലെങ്കിലും നിങ്ങൾ റിട്ടേൺസ് കൊടുത്തേ പറ്റുള്ളൂ, കണക്ക് നിങ്ങൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ടാക്സബിൾ അല്ലായിരിക്കാം. ടാക്സബിൾ ഇൻകം ഇല്ലാത്ത എത്രയോ പേര് റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. സോ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ ഡാറ്റ എല്ലാം ഉണ്ട്, RSSൻ്റെ വരുമാനം എത്ര. പിന്നെ നമ്മുടെ ഈ നാട്ടിൻപുറത്ത് മറ്റവന് എങ്ങനെയാണ് എവിടെ നിന്നാണ് അവന് കാശ് എന്നൊക്കെ അറിയാം. ആ ആങ്സൈറ്റിക്ക് ചികിത്സയില്ല, അതിന് രക്ഷയില്ല.